14 6 ശ്ലോകം. അതിൽ ആ സ്വയംഭൂവ മനു ആ കർദമന് ദേവഹൂതിയെ വിവാഹം ചെയ്തു കൊടുത്തു എന്നിട്ടും കർദമൻ എല്ലായ്പ്പോഴും ഭഗവാന്റെ അർച്ചനയിൽ കഴിച്ചുകൂട്ടി. എങ്കിലും ദേവഹൂതിയുടെ ഉറച്ച ശുശ്രൂഷ കൊണ്ട് കർദമൻ അവളിൽ പ്രസാദിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം വായിക്കാം. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോऽपि തസ്യാം ദൃഢശുശ്രൂഷണയാദഥൗ പ്രസാദം. ഇതിൽ മനുനാ ഉപഹൃതാം എന്ന് പറഞ്ഞാൽ സ്വയംഭൂ മനു ആദരവോടെ കൊണ്ടുവന്നു കൊടുത്ത ആ ദേവഹൂതിയെ ആ ദേവഹൂതിയെ തരുണീരത്നം തരുണികളിൽ വച്ച് രത്നമായ തിളങ്ങുന്ന എല്ലാ സ്ത്രീകളിലും വച്ച് ശ്രേഷ്ഠയായ അവാപ്യ ആ തരുണീമണിയെ കിട്ടിയിട്ട് തരുണീരത്നത്തിനെ കിട്ടിയിട്ട് തരുണീരത്നം അവാപ്യ കിട്ടിയിട്ട് കർദമോ അസൗ ആ കർദമൻ അവാപ്യ കിട്ടിയിട്ട് ഭവദർച്ചന നിന്തിരുവടിയുടെ അർച്ചനയിൽ കിട്ടിയിട്ടും ആ ഭഗവാന്റെ അർച്ചനയിൽ നിർവൃതി കൊള്ളുന്നവനായി എങ്കിലും നിർവൃതോ അപി തസ്യാം എങ്കിലും ആ ദൃഢമായ ആ ദേവഹൂതിയുടെ ആ ശുശ്രൂഷ കൊണ്ട് തസ്യാം പ്രസാദം ദധു അവളിൽ പ്രസാദിച്ചു എന്നാണ്. കർദമൻ അവളിൽ പ്രസാദിച്ചു. അസൗ കർദമ ച ആ കർദമനാകട്ടെ മനുനാം ഉപഹൃതി മനുവിനാൽ കൊണ്ടുവന്നു കൊടുത്ത തരുണീരത്നം ആ തരുണീരത്നമായ ആ ദേവഹൂതിയെ കിട്ടിയിട്ട് ദേവഹൂതിയെ കിട്ടിയിട്ട് അങ്ങയെ ഭവദർച്ചന നിർവൃതോ അപി തസ്യാം അങ്ങയെ പൂജിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിട്ടുള്ള അവളുടെ അവളുടെ ആ ശുശ്രൂഷ കൊണ്ട് ആ കർദമൻ അവളിൽ പ്രസാദിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോऽपि തസ്യാം ദൃഢശുശ്രൂഷണയാദഥൗ പ്രസാദം.